സിംഗ് ആണ്. ഇതിൻ്റെ കൂടെ എൻ്റെ DOP സജാദ്. പിന്നെ പാരലായിട്ട് സ്റ്റുഡിയോയിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ചധികം വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഒത്തിരി ടയറായിട്ട് അവരെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ട്രിംഡായിട്ട് ഭയങ്കര വെൽ മെയിൻ ഫിസിക് ഒക്കെ ആയിട്ട് ചെയ്യും. ഈവൻ ദോ ഇപ്പോൾ സ്ട്രഗിളിംഗ് ഒക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ ഫിസിക് തന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ രുദ്രത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ വളരെ നോർമലായിട്ട് ഒരു നോർമൽ ബോഡി ടൈപ്പാണ്, സാധാരണ ഒരു ലേഡി. അപ്പം ആ ഫിസിക്കും വെച്ചിട്ട് യു ഹാവ് ടു ഡു സം സ്ട്രഗിളിംഗ്. അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ദിസ് വാസ് നെവർ ആൻ ആക്ഷൻ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെ അല്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. ബിക്കോസ് ഇഫ് ദാറ്റ് വാസ് കോൺസെൻട്രേറ്റഡ്, അതിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമ ചെയ്യുന്നതെന്നല്ല. നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്. ടോക്സ് എ ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വി ഡിഡ്ന്റ് കോൺസെൻട്രേറ്റ് എ ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്ഡ് ഓർ ഫിസിക്കിൻ്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. മെയിനായിട്ട് സ്റ്റണ്ട് കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ. ചേതൻ മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി. മാസ്റ്ററായിട്ട് നേരത്തെ ധൂമത്തിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിളിച്ചിട്ട് ഇതിലേക്ക് വരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. അത് ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുക. ബിക്കോസ് ഞാൻ വളരെ പുതിയതാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഞാൻ മുമ്പത്തെ ഒരു പടത്തിലും സ്റ്റണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുമ്പം ഒബ്വിയസ്ലി ആ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ സെറ്റിൽ ഇപ്പോൾ രാജ് സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ചേതൻ മാസ്റ്റർ ആണെങ്കിലും ജിഷോ ചേട്ടൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മളൊരു അല്ലെങ്കിൽ സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. അവരുടെ അസിസ്റ്റൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് തോന്നിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് സിനിമ വരുമ്പോൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്യണം എന്ന് ആഗ്രഹമാണ്, എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ആക്ഷൻ മൂവീസും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഗരുഡഗമന ഋഷഭവാഹനം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിന് ഇത്ര വലിയ ഹൈപ്പ് കിട്ടും. ആ ഒരു പടത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതൊക്കെ എന്താണ് അത് ചെയ്തു. ഇപ്പൊ ഗരുഡഗമന ഋഷഭവാഹനം പാർട്ട് 2 ചെയ്യുമ്പോൾ എനിക്ക് അറിയും നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടു എൻ്റെ പടത്തില്. അപ്പൊ ടൈഗർ ഡാൻസ്. അപ്പോൾ ഓക്കെ, ഐ മേക്ക് 50 ടൈഗേഴ്സ് ടു ഡാൻസ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സീൻ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ ഗ്രാൻഡിയർ ആഡ് ചെയ്തു. അങ്ങനത്തെ ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്കർക്ക് വി ആർ ലോസ്റ്റ് ഇൻ ദ ഗ്രാൻഡിയർ. മെനി എ ടൈംസ് ദ ഫിലിം ലൂസസ് not because of the hype, it's because of the grandeur also. For example, I did my first film in 23 lakhs. Second film had a little more budget. And if you give me 100 crores, building a set is a fun for me, right? Set കാണുമ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സിൽ വരെ വാവ് എന്താ ഇത് നല്ല പടം. So the moment I take a phantom camera and take slow motion shots, I keep on thinking that the film is coming out good. But when you pay 150 rupees and go inside the theater, you will watch the film simply. You are not bothered about the grandeur, you are not bothered about the slow motion shot. You will just see the film and think that, okay, this film is working, but this film is not working. Hype-ഉം പിന്നെ നമ്മുടെ ചില സമയത്ത് നമ്മുടെ സക്സസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, we try to imitate our own success. I think that becomes a biggest failure in a filmmaker's life, but that is something we need to take care of.